റിപ്പീറ്റ് ചെയ്യുക. ഒരു ഒറ്റ തവണ കൂടി സാർ റിപ്പീറ്റ് ചെയ്യുക ഡൗട്ട് ഉള്ളവർക്ക്. രണ്ട് ഒബ്ജക്ട്സ് എ എന്നുള്ള ഒബ്ജക്റ്റും ബി എന്നുള്ള ഒബ്ജക്റ്റും മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ എ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ആദ്യം മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1 ആയിരുന്നു. ബി മൂവ് ചെയ്ത വെലോസിറ്റി u2 ആയിരുന്നു. എയുടെ മാസ് m1, ബിയുടെ മാസ് m2. കുറച്ച് സമയത്തിന് ശേഷം t സെക്കൻഡ്സിന് ശേഷം ഇവര് കൂട്ടിമുട്ടിയപ്പോൾ എയും ബി ഒക്കെ അതുപോലെ തന്നെ, പക്ഷെ അവരെ വെലോസിറ്റി മാറില്ല. കൂട്ടിമുട്ടിയപ്പോൾ വെലോസിറ്റി മാറി. അതായത് ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, എന്റെ മാസ് m1 തന്നെ, പക്ഷെ വെലോസിറ്റി മാറി. എന്തായി? u1 ഉള്ളത് v1 ആയി. ബിന്റെത് എന്തായി? മാസ് m2 തന്നെ, മാസിന് മാറ്റില്ല, പക്ഷെ വെലോസിറ്റി u2 ഉള്ള എത്രയായി? v2 ആയി. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനി നമ്മൾ ടേബിളേറ്റ് ചെയ്ത് നോക്കാം. ടേബിളേറ്റ് നോക്കുമ്പോൾ m1 എന്ന് പറഞ്ഞാൽ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ കൊളീഷൻ ആരൊക്കെ ഉള്ളത് നോക്ക്. ബിഫോർ കൊളീഷൻ m1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എ, m2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബി, u1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് എ, u2 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബി. ആഫ്റ്റർ കൊളീഷൻ എന്താവും? അല്ലെ, മാസുകൾ മാറുന്നില്ല. m1 ഉള്ളത് m1 ഉം m2 ഉള്ളത് m2 ആയിട്ട് തന്നെ തുടരും. പക്ഷെ വെലോസിറ്റികൾ എന്ത് ചെയ്യും? മാറും. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് എ u1 ഉള്ളത് എന്തായി മാറി? v1 ആയി മാറി. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബി u2 ഉള്ളത് ഫൈനൽ വെലോസിറ്റി ഓഫ് ബി ആയി v2 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം. ഫൈനൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അങ്ങനെ നമ്മൾ ആദ്യം എയുടെ ഇനീഷ്യൽ മൊമെന്റം, അതായത് എയുടെ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, അതായത് m1 u1 എന്ന് കിട്ടി. ഫൈനൽ മൊമെന്റം എ m1 v1 എന്നും കിട്ടി. ബിയുടേത് ഫൈനൽ ഇനീഷ്യൽ മൊമെന്റം m2 u2 എന്നും ഫൈനൽ മൊമെന്റം m2 v2 എന്നും കിട്ടി അല്ലെ. ക്ലാസിഫിക്കേഷൻ നമ്മൾ ടേബിൾ ബിഫോർ ആഫ്റ്ററും ടേബിൾ ചെയ്യണം. അപ്പൊ ഇനി ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ അല്ലെ, കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് എയുടെയും ബിയുടെയും ടോട്ടൽ അല്ലെ, എയും ബി അടങ്ങുന്നതാണല്ലോ ടോട്ടൽ ബിഫോർ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എയുടെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷനും ഇനീഷ്യൽ മൊമെന്റം ബിഫോർ കൊളീഷനും ബിയുടെ ഇനീഷ്യൽ മൊമെന്റം ബിഫോർ കൊളീഷനും ആഡ് ചെയ്താൽ, അതായത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2. ഇനി ആഫ്റ്റർ എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റം ബിഫോർ ആഫ്റ്റർ കൊളീഷൻ ഓഫ് എ പ്ലസ് ടോട്ടൽ ഫൈനൽ മൊമെന്റം ഓഫ് ബി ആഫ്റ്റർ കൊളീഷൻ m1 v1 പ്ലസ് m2 v2. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കും, എന്നാലും അടുത്തത് മനസ്സിലാവുള്ളൂ കേട്ടോ. കുറച്ച് ശ്രദ്ധ വേണ്ട ഭാഗമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നോ ഡൗട്ട്സ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരാം. എന്താ നമ്മൾ അവിടെ എഴുതിയ കാര്യങ്ങളൊക്കെ പെടുത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞേ, ഓരോന്ന് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇതാ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ബി ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്താണ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് ബി? ഇക്വേഷൻ എന്തായിരുന്നു? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. പറഞ്ഞോക്ക്. m2 into ഇനീഷ്യൽ വെലോസിറ്റി v ആയിരിക്കോ v ആയിരിക്കോ? u2. ഫൈനൽ മൊമെന്റം ഓഫ് ബി എത്ര ആയിരിക്കും? m2 into v2. ചേഞ്ച് മൊമെന്റ് എത്ര ആയിരിക്കും? അത് നമുക്ക് അടുത്ത് പറയാം. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ഇതാ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ എങ്ങനെയായിരുന്നു കാണുക? നമ്മൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. എത്രയും കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തില്ലേ? ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോ എയുടെ മൊമെന്റം ബിഫോർ കൊളീഷൻ എത്ര ആയിരുന്നു? m1 u1. ഫൈനൽ മൊമെന്റ് എത്രയായി? m1 v1 ആയി മാറി അല്ലെ. മാറി. എ ഉള്ളത് m1 u1 എത്രയായി മാറി? m1 v1 ആയി മാറി. എയുടെ മൊമെന്റം m1 u1 ഉള്ളത് m1 v1 ആയി മാറി. ബിയുടെ മൊമെന്റ് എത്രയായിരുന്നു ആദ്യം? m2 u2. അത് എത്രയായി മാറി? m2 v2 ആയിട്ട് മാറി. അതായത് അവിടെ എന്തുണ്ട്? there is a change in momentum. ചേഞ്ച് ഇൻ മൊമെന്റം. ഓർമ്മയില്ലേ ചേഞ്ച് മൊമെന്റ് എങ്ങനെയാ കാണുക നമ്മള്? ചേഞ്ച് മൊമെന്റ് എങ്ങനെയാ കാണുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് മൊമെന്റ് എങ്ങനെയാ കാണുക? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. മറന്നോ? എങ്ങനെയായിരുന്നു ചേഞ്ച് മൊമെന്റ്? ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, ഒക്കെ മറന്നു പോവാണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ്
ഇനീഷ്യൽ മൊമെന്റം. ഇതാണ് ചേഞ്ച് മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ചോദിക്കട്ടെ, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ഈക്വൽ ടു എത്ര ആയിരിക്കും? നിങ്ങൾ പറയും. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ എങ്ങനെ കാണും? ആലോചിച്ച് നോക്ക്. എയുടെ ഫൈനൽ മൊമെന്റ് എത്ര? എന്റെ ഫൈനൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾ പറഞ്ഞേ. മക്കളെ കണ്ണ് തുറന്ന് നോക്ക്. m1 into v1 m1 into v1 മൈനസ് ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? എന്റെ കണ്ണൂർ നോക്ക്, ഇവിടെ ഉണ്ട്. ഇത് നോക്കി പറയാൻ എന്താ എത്ര മടി? ഇനീഷ്യൽ മൊമെന്റം ഓഫ് എ എന്താണ്? ഇവിടെ ഉണ്ടോ? നല്ലോ കണ്ണൂർ നോക്ക്. m1 u1 m1 u1 കിട്ടി. ഇപ്പൊ ചേഞ്ച് ഓഫ് മൊമെന്റ്, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ കിട്ടി. m1 v1 മൈനസ് m1 u1 കിട്ടി. കിട്ടിയല്ലോ. അങ്ങനെയാണ് നമുക്ക് ചേഞ്ച് മൊമെന്റം ഓഫ് ബി കാണാലോ. m1 into u1. അത് കിട്ടി അല്ലെ. ഇനി ചേഞ്ച് മൊമെന്റം ഓഫ് ബി, ബി ആണ് നമ്മൾ പറയുന്നത്. ബി എന്തായിരിക്കും? m2 u2 m2 u2 കഴിഞ്ഞോ? m2 u2 മൈനസ് m2 സോറി u2 മൈനസ് അല്ല, m2 v2 മൈനസ് m2 u2 ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? കിട്ടി. കിട്ടി. ഇനി എന്തായിരുന്നു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? നോക്കുന്നുണ്ടോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തായിരുന്നു? ഇതാ ഓഫ് എ. അതെങ്ങനെ കാണാം? എങ്ങനെയായിരുന്നു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണുക? ഓർക്കുന്നുണ്ടോ? റേറ്റ് എങ്ങനെയാ കാണുക? അതിന് മുമ്പിൽ ഒരു റേറ്റ് ഓഫ് എന്ന് വന്നാല് ഇക്വേഷൻ എന്താ മാറ്റം ഉണ്ടാവുക? അടിയില് ഡിവൈഡഡ് ബൈ ടി. ഓർമ്മല്ലേ? നമ്മൾ മുമ്പൊക്കെ ചെയ്തതാ. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ബൈ അതിനടുത്ത ടൈം. റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇതിന്റെ അടിയിൽ എന്ത് ചെയ്യും? ഒരു ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ അല്ലെ? ചേഞ്ച് മൊമെന്റം അറിയാം. ചേഞ്ച് മൊമെന്റത്തിന്റെ അടിയിൽ എന്ത് ചെയ്യും? ഒരു ഡിവൈഡഡ് ബൈ ടി വന്നാൽ അതെന്താവും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ആയി മാറും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എ ഈക്വൽ ടു m1 v1 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ ടി. കിട്ടിയല്ലോ? കിട്ടി. ഇനി അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ബി നിങ്ങൾ പറഞ്ഞു നോക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ബി പറഞ്ഞു നോക്ക്. ഇതേപോലെ ഇതുപോലെ പറഞ്ഞു നോക്ക്. എന്റെ നോക്കി, എന്റെ ഇക്വേഷൻ നോക്ക്, അതുപോലെ പറഞ്ഞാൽ മതി. m2 v2 മൈനസ് ടി. m2 v2 മൈനസ് m2 u2 മൈനസ് ഡിവൈഡഡ് ബൈ ടി. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. കിട്ടിയല്ലോ? അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ എന്ന് പറഞ്ഞാൽ m1 v1 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ ടി. മറ്റേതിൻ്റെത് m2 v2 മൈനസ് m2 u2 ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഇതൊക്കെ ടെക്സ്റ്റിൽ ഇത് അവിടെ അങ്ങനെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് കിട്ടി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ്? m1 v1 മൈനസ് m1 u1 ബൈ ടി. അതുപോലെ ബിന്റെ ഫില്ല് ചെയ്യാലോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യണേ. പേജ് നമ്പർ 58. ഇതന്നെയാണ് നമ്മൾ ഓരോ ടേംസ് ആയിട്ട് എഴുതി. ആണല്ലോ? കിട്ടി. എന്താ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറഞ്ഞത്? സോറി, തേർഡ് ലോ പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് എ എന്നുള്ള ഒരു ഒബ്ജക്റ്റ്, നമ്മളെ എ എന്നുള്ള ഒബ്ജക്റ്റ് പോയിട്ട് ബിയിൽ ഇടിക്കുകയാണ് അല്ലെ? എ പോയിട്ട് ബിയിൽ ഇടിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എ ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, എ ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കും. എന്താ തേർഡ് ലോ പറഞ്ഞ? ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? തിരിച്ച് ബി ഇങ്ങോട്ടും കൊടുക്കും. നമ്മൾ തേർഡ് ലോ പഠിച്ചാണല്ലോ. ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണം. ആരോ കാക്ക കരയുന്നുണ്ട്. മൈക്ക് ഓഫ് ചെയ്യണേ.
അപ്പോ എന്താ തേർഡ് ലോ പറഞ്ഞേ? എ അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ ബി എന്ത് ചെയ്യും? അതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഇങ്ങോട്ട് വരും. നമ്മളെ പഠിച്ചതാണ് F12 ഈക്വൽ ടു മൈനസ് ഓഫ് F21. പഠിച്ച ഓർമ്മല്ലേ? പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം. ആ സാധനം നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോവാണ് നമ്മൾ. ഓക്കെ, F12 is equal to minus of F21 എന്നുള്ള സാധനം ഉപയോഗിക്കാൻ പോവാണ്. അപ്പോ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ടേമും കൂടി പഠിക്കാനുണ്ട്. അതാണ് ടേം അല്ല, FAB. FABയും FABയും FB. നമ്മൾ 1 2 പറഞ്ഞ പോലെ എയും ബി ആയി. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എ ബിക്ക് കൊടുത്താണോ ബി എക്ക് കൊടുത്താണോ? FAB. എ എന്നുള്ള ആക്ക് ബി എന്നുള്ള ബോഡി കൊടുത്ത ഫോഴ്സിനാണ് നമ്മൾ FAB എന്ന് വിളിക്കുക. എന്താണ്? എക്ക് ബി കൊടുത്ത ഫോഴ്സ് ആണ് FAB. അങ്ങനെയാണെങ്കിൽ FBA എന്ന് പറഞ്ഞാൽ ബിക്ക് കൊടുത്ത ഫോഴ്സ് ആണ് FBA. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? FABയും FBAയും എന്തായിരിക്കും? ഈക്വൽ ആവൂലേ? ഈക്വൽ അല്ലേ? തേർഡ് ലോ പ്രകാരം ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്. പോരാത്തിന് ഒരാളും കൂടി ഒരു മിസ്സിംഗും കൂടി ഉണ്ട്. ഇതിലൊരു കാര്യം കൂടി മിസ്സിംഗ് ഉണ്ട്. ഈക്വൽ മാത്രാണോ? ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്തുണ്ടാവും? ഒരു മൈനസ് സിംബലും ഉണ്ടാവും അല്ലെ? നെഗറ്റീവ് സിംബൽ ഉണ്ടാവും. അപ്പൊ FAB is equal to മൈനസ് FBA നമ്മൾ പഠിച്ചതാണ് അല്ലെ? F12 is equal to മൈനസ് ഓഫ് F21. അതുപോലെ എയും ബി ആക്കി. 1 ഉം 2 ന് പകരം ബിയും എയും ആക്കി എന്നോളൂ കേട്ടോ. ആണല്ലോ, കിട്ടി. അപ്പോ FAB is equal to മൈനസ് FBA എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ ഓർമ്മയില്ലേ? M1 V1 മൈനസ് M2 U2 ഇക്വേഷൻ നമ്പർ 1 കൊടുത്തൊക്കെ ഓർമ്മയില്ലേ? എന്തായിരുന്നു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? ഓർമ്മ ഉണ്ടോ? സെക്കൻഡ് ലോ അതൊക്കെ പറഞ്ഞു. അതൊക്കെ മുമ്പുള്ള സാധനം പഠിച്ചാലേ അതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒരു സാധനം പഠിക്കാതാണ് കുറെ പേര് വന്നിരിക്കുന്നത്. അതാണ് സെക്കൻഡ് ലോ. ഇതാ സെക്കൻഡ് ലോ എന്തായിരുന്നു പറഞ്ഞേ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ? ഫോഴ്സും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും എന്താണ്? ഈക്വൽ ആണ്. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് F is equal to mv minus mu divided by t എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലെ? അതാണ് സെക്കൻഡ് ലോ പറഞ്ഞത്. ഫോഴ്സ് is directly proportional to rate of change of momentum. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ F is equal to mv minus mu by t എന്നുള്ള ഇക്വേഷൻ എഴുതാം. കിട്ടിയല്ലോ? അപ്പൊ ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്, mv minus mu by t എന്നുള്ള. ഓക്കെ, അപ്പോ ആ സാധനം നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് കിട്ടിയാല് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഞാൻ പറഞ്ഞത് മുമ്പത്തെ സാധനം പഠിക്കാത്തതുകൊണ്ടാണ് ഡൗട്ട് വരുന്നത്. പഠിച്ചവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. അത് പഠിക്കണം, അല്ലാതെ രക്ഷയില്ല. ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ, കാരണം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ തേർഡ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? സോറി, സെക്കൻഡ് ലോ പ്രകാരം എങ്ങനെ എഴുതാം? FAB അല്ലെ? ഫസ്റ്റ് ബോഡിക്ക് സെക്കൻഡ് ബോഡി കൊടുത്ത ഫോഴ്സ് ആണ് FAB. അതിനെങ്ങനെ എഴുതാം? FAB is equal to M1 V1 minus M2 U1 M1 U1 divided by T അല്ലെ? FAB is equal to M1 V1 minus M1 U1 by T. FBA എങ്ങനെ എഴുതാ? അല്ലെ? ബിക്ക് എ കൊടുത്ത ഫോഴ്സ് അതെങ്ങനെ എഴുതാ? M2 V2 minus M2 U2 by T. പോരാതെ നമ്മളിൽ എന്ത് റിലേഷനും ഉണ്ട്? FAB is equal to മൈനസ് ഓഫ് FBA എന്നുള്ള റിലേഷനും ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അല്ലെ? FABന്റെ സ്ഥാനത്ത് നമ്മൾ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഈ ഇക്വേഷനിൽ അല്ലെ? ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. FABന്റെ സ്ഥാനത്ത് ഇതാ ഇവിടുത്തെ FABന്റെ സ്ഥാനത്ത് നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വട്ടത്തിലുള്ള ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. FBAന്റെ സ്ഥാനത്ത് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ വട്ടത്തിലുള്ള ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒരു മൈനസും കൊടുക്കാം. അങ്ങനെ നമ്മൾ കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കൊടുത്തിട്ട് എഴുതാൻ പോവാണ്. അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് FAB is equal to FBA. അതില് FABന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കും? FABന്റെ സ്ഥാനത്ത് ഇതാ ഇയാളെ കൊടുക്കും. FBAന്റെ ആളെ സ്ഥാനത്ത് ആരെ കൊടുക്കും? ഇയാളെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടല്ലോ, ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇട്ടത്. അപ്പോ M1 V1 minus M1 U1 by T is equal to minus M2 V2 minus M2 U2 by T.
ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടി സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഥ പറഞ്ഞത് കേട്ടോ. അത് കഥ മനസ്സിലാവാത്തത് എന്ത് ചെയ്യും, മുമ്പത്തെ ക്ലാസ്സുകൾ കാണാം. യൂട്യൂബിൽ സാർ അപ്ലോഡ് ചെയ്തതിൽ തന്നെ ഉണ്ട്, അതിന്റെ വീഡിയോസ് ഉണ്ടാവും തോന്നുന്നു. അല്ലെങ്കിൽ സാറോട് പേഴ്സണലായി പറഞ്ഞാലും മതി, സാറ് ക്ലാസ് എടുത്തു തരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു തരുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കിയാൽ ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്, ക്യാൻസൽ ചെയ്ത് ടിയും ടിയും ക്യാൻസൽ ചെയ്ത്. ഓക്കെ, അടുത്ത് ബാക്കിയുള്ള രീതി m1 v1 മൈനസ് m1 u1 മൈനസ് m2 v2 മൈനസ് m2 u2. അടുത്ത എന്ത് ചെയ്യാണ്, ഈ മൈനസ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, അപ്പൊ മൈനസ് m2 u2 എന്നായി, m2 v2 എന്നായി. പക്ഷെ ഈ മൈനസും ഈ മൈനസും ഈ മൈനസും ഈ മൈനസും കൂടി എന്തായി, പ്ലസ് ആയി മാറി. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൊന്നുമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മൈനസും മൈനസും കൂടി പ്ലസ് ആയി. അപ്പൊ ഇതിങ്ങനായി. എന്താ ചെയ്ത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മൈനസും മൈനസും കൂടി ഇവിടെ പ്ലസ് ആയി, വേറെ മാറ്റങ്ങളൊന്നുമില്ല ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്ത്, വി ഉള്ള ആളൊക്കെ ഒരുമിച്ച് ചെയ്താണ്, യു ഉള്ള ആളെ, വി ഉള്ളവര് യു ഉള്ളവര് ഒരുമിച്ച് ചെയ്താണ്, യു ഉള്ളവർ ഒരു സൈഡിലും വി ഉള്ളവരെ മറ്റേ സൈഡിലും എഴുതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഈ മൈനസ് m2 v2 ഇക്വേഷന്റെ പുറത്തേക്ക് എടുത്ത്, ഈ മൈനസ് u1 ഇക്വേഷന്റെ പുറത്തേക്കും എടുത്ത്. കുഴപ്പമൊന്നുമില്ലല്ലോ. v1 ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പൊ ഈ v2 കൂടി ഇങ്ങോട്ട് ചെയ്താ, ഇവിടെ മൈനസ് u1 ഇവിടെ ഉള്ളത്, u2 അപ്പുറത്തുള്ള, അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ മൈനസ് പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ചുരുക്കി എഴുതി, എന്താ എഴുതി, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി. അപ്പൊ എന്തായി, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. m1 v1 പ്ലസ് m2 v2 ഈസ് ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2. എന്താണ്, m1 v1 പ്ലസ് m2 v2 ഈസ് ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2. ആ ഇക്വേഷൻ കാണുമ്പോ പറയാനൊക്കെ ഒരു രസമുണ്ട്. ഇനി നോക്കിക്കേ, എന്തായിരുന്നു ഈ സാധനം, നമ്മള് വായിച്ചു അല്ലേ, എന്തായിരുന്നു ഈ സാധനം, ഇതൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഈ m1 u1 എന്ന് പറഞ്ഞാൽ ആരാ, ഇനി പറഞ്ഞ ക്ലാസ് ശ്രദ്ധിക്കിട്ടോ എന്ന് എനിക്ക് അറിയില്ല, ആരും റിപ്ലൈ തരുന്നില്ല. m1 u1 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, ഈ m1 u1 ആരാടോ ഒന്ന് പറഞ്ഞോക്ക്. ആ, ഇനീഷ്യൽ മൊമെന്റം ഓഫ് ആര്, ഇനീഷ്യൽ മൊമെന്റം ഓഫ് എ. അതാണ് എന്ത്, ഈ m1 u1. m2 u2 ആരായിരുന്നു, m2 u2 ആരായിരുന്നു, ഇനീഷ്യൽ മൊമെന്റം ഓഫ് ബി അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് എന്താ സംഭവിക്കുക, അതും നമ്മൾ പറഞ്ഞാണ്. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത്, ഇത് മൊത്തത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ മൊമെന്റം എന്തായിരുന്നു, ഓർമ്മല്ലേ, നേരത്തെ നമ്മൾ എഴുതിയതാ, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ആണ് റൈറ്റ് സൈഡിലുള്ള ഇക്വേഷനിലുള്ള ഒന്നായിട്ട് m1 u1 പ്ലസ് m2 u2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ m1 v1 ആരാ, m1 v1 ആരാ, ഇനീഷ്യൽ ഫൈനൽ മൊമെന്റം ഓഫ് എ വരും. m2 v2 കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ, ഫൈനൽ മൊമെന്റം ഓഫ് ബി എന്ന് വരും. ടോട്ടൽ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആരായിരിക്കും, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ എന്ത് കിട്ടി, എന്താണ് ഇക്വേഷൻ LHS RHS ഉള്ള ഇക്വേഷന്റെ, ഈ ഇക്വേഷൻ ഒരു അർത്ഥമുണ്ട്. LHSലുള്ള എന്താ അറിയോ, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. പറഞ്ഞ സ്പെല്ലിംഗ് അല്ലേ, സ്പെല്ലിംഗ് എന്നുള്ള വിഷയം നിങ്ങൾക്ക് സാധനം മനസ്സിലായാൽ മതി, ഇംഗ്ലീഷ് ക്ലാസ് അല്ലല്ലോ, നിങ്ങൾക്ക് സാധനം മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. ഇതാണ് ഈ ഇക്വേഷന്റെ വേർഡ് മീനിങ് അല്ലെ, ഇതാണ് പഠിക്കേണ്ടത്. ഈ സാധനത്തിന് ഒരു അർത്ഥമുണ്ട്, അതായത് കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് രണ്ട് ഒബ്ജക്ട്സ്, ഇതാണ് അതിന്റെ അർത്ഥം. രണ്ട് ഒബ്ജക്ട്സ് കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് അവർക്ക് ടോട്ടൽ ആയിട്ട് എത്ര മൊമെന്റം ഉണ്ടോ അത് തന്നെ ആയിരിക്കും എന്ത്, കൂട്ടിയിടിച്ചതിന് ശേഷവും. അതായത് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. തിരിച്ചു വായിക്കാം, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. ഇതിലൊരു ഇഫ് ഉണ്ട്. എങ്ങനെയാണ്, നമ്മൾ ഇവിടെ പുറത്തുനിന്ന് എന്തെങ്കിലും ഫോഴ്സ് കൊടുത്തോ,
നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഫോഴ്സ് കൊടുത്തിനോ? വേറെ ആരെ ഫോഴ്സ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ രണ്ട് ഒബ്ജക്ട്സിന് നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതായത് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക. അപ്പോ മൊമെന്റം സംരക്ഷിക്കുന്ന നിയമം, അതായത് രണ്ട് ഒബ്ജക്ട്സ് കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് എത്ര മൊമെന്റ് ആണുള്ളത് അത് തന്നെ ആയിരിക്കും എന്ത് കൂട്ടിയിടിച്ചതിന് ശേഷം. എന്താണ് കണ്ടീഷൻ? അവിടെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടാവരുത്. അപ്പോ ഇതാണല്ലോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, ഈ ഇക്വേഷൻ പഠിക്കുക. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ സ്റ്റേറ്റ്മെന്റ് കാണാൻ പഠിക്കുക, ഈ ഇക്വേഷൻ പഠിക്കുക. വീഡിയോ പെന്റെയും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലായി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ടൈം കഴിഞ്ഞിട്ടുണ്ട് വീഡിയോന്റെ, നമുക്ക് അടുത്ത ക്ലാസ്സിലായി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, ഈ ഇക്വേഷന് വേർഡ്സിൽ എഴുതിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇതിനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, വെരി ഇമ്പോർട്ടന്റ് ഇൻ ഫിസിക്സ്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ടൈം എൻഡ് ചെയ്യുന്നു. താങ്ക് യു. Thank you, sir.